നമസ്കാരം, ഞാൻ ജ്യോത്സ്യൻ നിർമ്മൽ. എല്ലാവർക്കും കേരള പ്രൈം ടുഡേയുടെ ജ്യോതിഷ പ്രോഗ്രാമായ നിങ്ങളുടെ ഈ ആഴ്ചയിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് വൃശ്ചിക മാസം 9-ാം തീയതി നവംബർ 24 ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചയിലെ വാരഫലമാണ് ഇവിടെ പറയണത്. ആദ്യമായി മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. ഇവർക്ക് വ്യാഴം 2-ൽ വക്രബലവാനായും രാശ്യാധിപനായ ചൊവ്വ 4-ൽ നീചസ്ഥനായും കേതു 6-ലൂടെയും സൂര്യബുധന്മാർ അഷ്ടമത്തിലൂടെയും ശുക്രൻ 9-ലും 10-ലുമായും ശനി 11-ലൂടെയും രാഹു 12-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് ചില രോഗ ദുരിത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിൽ തന്നെയും അതെല്ലാം തന്നെ സ്വാഭാവികമായി മാറുകയും സർക്കാർ സംവിധാനങ്ങളുമായി ഇടപെടുന്നവർക്ക് ചില പ്രതികൂല നടപടികൾ ഉണ്ടാകുമെങ്കിലും അതും ഏറെക്കുറെ സ്വാഭാവികമായി തന്നെ പരിഹരിക്കപ്പെടുന്നതാണ്. ഇവർക്ക് ചെറിയ വീഴ്ചകളോ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാലഘട്ടമാണ്. എങ്കിലും വ്യാഴൻ്റെ ഇഷ്ടഭാവത്തിലൂടെ 2-ലൂടെയുള്ള വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം ധനലാഭവും തൊഴിൽ ലഭ്യതയും ഒക്കെ അനുകൂലമാക്കി തീർക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ദൂരദേശവുമായിട്ട് ബന്ധപ്പെട്ട് നൂതന തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ ബിസിനസ് ആരംഭിക്കുന്നതിനോ അനുകൂലമായ കാലയളവുകളാണ്. അതോടൊപ്പം തന്നെ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനും അനുകൂലമായ കാലയളവുകളാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അല്പം അലസ മനോഭാവം കാണിക്കുമെങ്കിൽ തന്നെയും അത് സ്വാഭാവികമായി തന്നെ മാറിക്കൊള്ളുന്ന കാലഘട്ടമാണ്. വ്യാഴൻ്റെ ഇഷ്ടഭാവസ്ഥിതി എല്ലാ ദോഷ ദുരിതങ്ങൾക്കും ശമനമുണ്ടാക്കുകയും സാമ്പത്തിക ലാഭങ്ങളും തൊഴിൽ നേട്ടങ്ങളും ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഇടവക്കൂറ്, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ പകുതി. ഇവർക്ക് വ്യാഴം ജന്മത്തിലൂടെ വക്രബലവാനായും ചൊവ്വ 3-ൽ നീചസ്ഥനായും കേതു 5-ലൂടും സൂര്യബുധന്മാർ 7-ലൂടെയും ശുക്രൻ അഷ്ടമത്തിലും 9-ലുമായും ശനി 10-ലൂടെയും രാഹു 11-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ജന്മവ്യാഴം സ്ഥാനചലനങ്ങളും അലച്ചിലും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ക്ലേശങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർക്കുന്ന ഒരു കാലയളവാണ്. ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരാം. വാഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും, എന്നാൽ അതിനുശേഷം വാഹനം മാറ്റി വാങ്ങുന്നതിനോ അനുകൂലമായ ഒരു കാലയളവും പറയണം. സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ചില പ്രതികൂല നടപടികൾ പ്രതീക്ഷിക്കാം. ഇവർ പരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുക. ആരോഗ്യ ക്ലേശം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രാർച്ചന നടത്തുക. അതോടൊപ്പം തന്നെ ശനി കണ്ടകശനിയായി തുടരുന്നതിനാൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വിളക്ക് നടത്തുക. അടുത്തതായി മിഥുനക്കൂറ്, മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. ഇവർക്ക് ചൊവ്വ നീചസ്ഥനായി 2-ലൂടെയും കേതു 4-ലും സൂര്യബുധന്മാർ 6-ലൂടെയും ശുക്രൻ 7-ലും 8-ലുമായും ശനി 9-ലൂടെയും രാഹു 10-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് 12-ാം വ്യാഴം എന്നുള്ള ഒരു അനിഷ്ടസ്ഥിതി നിലനിൽക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് തൊഴിൽ മേഖലയിൽ തടസ്സവും ബന്ധുവിരോധവും ഉന്നത സർക്കാർ അധികാരികളിൽ നിന്നും പ്രതികൂലമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അപവാദങ്ങൾക്ക് ഇരയാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇവർ പരിഹാരമായി ആരോഗ്യ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ മഹാവിഷ്ണുത്തിൽ ധന്വന്തരി മന്ത്രാർച്ചന നടത്തുക. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നവർ നിത്യവും കനകധാരാ സ്തോത്രം ജപിക്കുക. അതോടൊപ്പം വിദ്യാർത്ഥികൾ പഠന തടസ്സം നേരിടുന്നുവെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ ബുധനാഴ്ച ദിവസം വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന നടത്തുക. കർക്കിടകക്കൂറ്, പുണർദം അവസാന പാദം, പൂയം, ആയില്യം. ഇവർക്ക് ചൊവ്വ നീചസ്ഥനായി ജന്മത്തിലൂടെയും കേതു 3-ലൂടെയും സൂര്യ ബുധന്മാർ 5-ലൂടെയും ശുക്രൻ 6-ലും 7-ലുമായും ശനി അഷ്ടമത്തിലൂടെയും രാഹു 9-ലൂടെയും വ്യാഴം 11-ൽ വക്രബലവാനായും സഞ്ചരിക്കുന്ന കാലഘട്ടം. ഇവർക്ക് ധനലബ്ധിയും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ഉപഹാരങ്ങൾ ലഭിക്കുകയും തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ വരികയും അത് ഏറെക്കുറെ
പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. 11 വ്യാഴഗ്രഹത്തിൻ്റെ ഇഷ്ടഭാവസ്ഥിതി എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവർക്ക് താരതമ്യേന ഗുണപ്രദമായ ഒരു കാലഘട്ടമായതിനാൽ പ്രത്യേക വഴിപാടുകൾ നിർദ്ദേശിക്കുന്നില്ല. അവരവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും നിത്യേനയുള്ള വഴിപാടുകളും യഥാവിധി നടത്തുക. ചിങ്ങക്കുറ് മകം, പൂരം, ഉത്രം, ആദ്യപാദം. ഇവർക്ക് കേതു 2 സൂര്യബുധന്മാർ 4 ശുക്രൻ 5 6 ശനി 7 രാഹു അഷ്ടമത്തിലൂടെയും വ്യാഴം വക്രബലവാനായി 10 ചൊവ്വ 12 നീചസ്ഥനായും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് മനസമാധാനക്കുറവും കുടുംബ കലഹങ്ങളും ഭാര്യ ക്ലേശങ്ങളും ദൂരയാത്രയും ആവശ്യമായി വരുന്ന കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കുക. വാഹന സംബന്ധമായി ധനനഷ്ടങ്ങളും ഉണ്ടാകാൻ ധനനഷ്ടങ്ങളോ ചെറിയ അപകടങ്ങളോ ഉണ്ടാകാൻ സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ് ഇത്. ഇവർ പരിഹാരമായി മഹാവിഷ്ണുക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, കുടുംബ കലഹങ്ങൾ നേരിടുന്നു എന്നവർ ശിവക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വിളക്ക്, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി എന്നീ വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കുക. കന്നിക്കൂറ് ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ പകുതി. ഇവർക്ക് കേതു ജന്മത്തിലൂടെയും സൂര്യബുധന്മാർ 3 ശുക്രൻ 4 5 ശനി 6 രാഹു 7 വ്യാഴം വക്രബലവാനായി 9 ചൊവ്വ 11 നീചസ്ഥനായും സഞ്ചരിക്കുന്ന കാലഘട്ടമാണിത്. ഇവർക്ക് എല്ലാവിധ അഭീഷ്ടങ്ങളും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭാഗ്യസ്ഥാനത്തുകൂടെയുള്ള വ്യാഴന്റെ ഇഷ്ടഭാവ സഞ്ചാരസ്ഥിതി ഇവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ ലഭ്യതയും ധനപുരോഗതിയും ചില സമ്മാന ലഭ്യതകളും സർവ അഭീഷ്ടങ്ങളും സാധ്യമാകുന്ന ഒരു കാലഘട്ടങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇവർക്ക് ഭാഗ്യഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ മറ്റു ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടമല്ല. അതിനാൽ ഇവർക്ക് മറ്റു പ്രത്യേകിച്ച് വഴിപാടുകൾ ആവശ്യമില്ല. അവരവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും നിങ്ങൾ നിത്യേന ചെയ്യുന്ന വഴിപാടുകളും യഥാവിധി ചെയ്യുക. തുലാക്കുറ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ 3 പാദം. ഇവർക്ക് സൂര്യബുധന്മാർ 2 ശുക്രൻ 3 4 ശനി 5 രാഹു 6 വ്യാഴം അഷ്ടമത്തിൽ വക്രസ്ഥിതനായും ചൊവ്വ 10 നിജസ്ഥിതനായും കേതു 12 സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് മനക്ലേശങ്ങളും രോഗദുരിത ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും നേരിടുന്ന കാലഘട്ടമാണ്. വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക. തൊഴിൽ സംബന്ധമായ ഉന്നത അധികാരികളിൽ നിന്നും പ്രതികൂലമായ നടപടികളോ ബുദ്ധിമുട്ടുകളോ നേരിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇവർ പരിഹാരമായി മഹാവിഷ്ണുക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, ആരോഗ്യ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ധന്വന്തരി മന്ത്രാർച്ചന മഹാവിഷ്ണുക്ഷേത്രത്തിൽ നടത്തുക. അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാടും കഴിച്ച് പ്രാർത്ഥിക്കുക. വൃശ്ചികക്കുറ് വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഇവർക്ക് സൂര്യബുധന്മാർ ജന്മത്തിലൂടെയും ശുക്രൻ 2 3 ശനി 4 കണ്ടകശനിയായും രാഹു 5 വ്യാഴം 7 വക്രബലവാനായും രാശ്യാധിപനായ ചൊവ്വ 9 നിജസ്ഥനായും കേതു 11 സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് നിവൃത്തിസ്ഥാനത്തൂടെയുള്ള വ്യാഴന്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം മൂലം എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാകുന്ന ഒരു കാലയളവാണ്. വിദ്യാപുരോഗതിയും തൊഴിൽ പരമായ നേട്ടങ്ങളും അവിവാഹിതർക്ക് വിവാഹ ലബ്ധിയും വസ്തു ക്രയവിക്രയ ലാഭവും വാഹനങ്ങൾ മാറ്റി വാങ്ങിക്കുവാൻ അനുയോജ്യമായ കാലയളവുമാണ്. ഇവർക്ക് വ്യാഴന്റെ ഇഷ്ടഭാവസ്ഥിതി കണ്ടകശനി പോലെയുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ദോഷം സ്വാഭാവികമായി തന്നെ പരിഹരിക്കുന്നതാണ്. ഇവർക്ക് മറ്റു വഴിപാടുകൾ ആവശ്യമില്ല. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ഇവർക്ക് ശുക്രൻ ജന്മത്തിലൂടെയും 2 സഞ്ചരിക്കുന്നു.
ശനി മൂന്നിലൂടെയും രാഹു 4-ലൂടെയും രാശ്യാധിപനായ വ്യാഴം 6-ൽ വക്രബലവാനായും ചൊവ്വ അഷ്ടമത്തിൽ നീചസ്ഥനായും കേതു 10-ലൂടെയും സൂര്യ ബുധന്മാർ 12-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് രാശ്യാധിപനായ വ്യാഴം 6-ൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ആരോഗ്യ സാമ്പത്തിക തൊഴിൽപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലയളവ് തന്നെയാണ്. ഇവർ വീഴ്ചകൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാലഘട്ടമാണ്. വീഴ്ചകൾ ഉണ്ടാകുവാനും ചില അസ്ഥിഭംഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ സർക്കാർ നിയമ സംവിധാനങ്ങളിൽ നിന്ന് പ്രതികൂലമായ നടപടികൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതകളുള്ള സമയമാണ്. ഇവർ സൂക്ഷിക്കുക. ഇവർ പരിഹാരമായി മഹാവിഷ്ണുതത്തിൽ ഭാഗ്യസൂക്താർച്ചന, തൃക്കൈവെണ്ണ, അതോടൊപ്പം തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി വഴിപാട്, ശിവക്ഷേത്രത്തിൽ ജലധാര, പിൻവിളക്ക് എന്നീ വഴിപാടുകളും കഴിച്ച് പ്രാർത്ഥിക്കുക. മകരക്കൂറ് ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ഇവർക്ക് ശുക്രൻ 12-ലും ജന്മത്തിലുമായി സഞ്ചരിക്കുകയും രാശ്യാധിപനായ ശനി 2-ൽ ഏഴാണ്ട ശനിയായി സഞ്ചരിക്കുകയും രാഹു 3-ലൂടെയും വ്യാഴം 5-ൽ വക്രബലവാനായും ചൊവ്വ 7-ൽ നീചസ്ഥനായും കേതു 9-ലും സൂര്യബുധന്മാർ 11-ലൂടെയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് 5-ാം ഭാവത്തിലുള്ള വ്യാഴൻ്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം എല്ലാ അഭീഷ്ടങ്ങളും സാധ്യമാക്കുന്നതിന് അനുകൂലമായ കാലയളവുകളാണ്. ഇവർക്ക് തൊഴിൽ ലഭ്യതയും തൊഴിൽ ഉയർച്ചയോ പ്രമോഷനോ ലഭിക്കുവാൻ സാധ്യതയുള്ള കാലഘട്ടവും, അവിവാഹിതർക്ക് വിവാഹലബ്ധിയും, വാഹനങ്ങൾ മാറ്റി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വാഹനം എടുക്കുന്നതിനും, അതോടൊപ്പം വസ്തു ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനും അതുവഴി ലാഭം ഉണ്ടാക്കുന്നതിനും, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ പുരോഗതിയും പുതിയ വിഷയങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനും അനുകൂലമായ കാലയളവ് തന്നെയാണ്. ശനി ഏഴരാണ്ട ശനിയായി തുടരുന്നു എങ്കിൽ തന്നെയും 5-ലൂടെയുള്ള വ്യാഴൻ്റെ വക്രഗതിയിലൂടെയുള്ള സഞ്ചാരം ഇവർക്ക് എല്ലാ ദോഷ ദുരിതങ്ങൾക്കും സ്വാഭാവികമായി തന്നെ ശമനം ഉണ്ടാക്കുകയും ക്രമേണ അഭിവൃദ്ധിയിലേക്ക് ഇവരെ നയിക്കുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് പ്രത്യേകിച്ച് മറ്റു പരിഹാരങ്ങൾ ആവശ്യമില്ല. ഇവരവരുടെ ഇഷ്ടദേവതാ പ്രാർത്ഥനകളും യഥാവിധി വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കുക. അടുത്തതായി കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുട്ടാതി ആദ്യ 3 പാദം. ഇവർക്ക് ശനി ഏഴാണ്ട ശനിയായി ജന്മത്തിലൂടെയും രാഹു 2-ലൂടെയും വ്യാഴം 4-ലൂടെയും ചൊവ്വ 6-ൽ നീചസ്ഥനായും കേതു അഷ്ടമത്തിലൂടെയും സൂര്യബുധന്മാർ 10-ലൂടെയും ശുക്രൻ 11-ലും 12-ലുമായും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് ഏഴാണ്ട ശനി കാലഘട്ടമാണ്. ശനി ജന്മശനിയായി തുടരുന്നു. ഇവർക്ക് ദൂരദേശ യാത്രകളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ചില വീഴ്ചകളും വാഹന സംബന്ധമായ ധനനഷ്ടങ്ങളും ഉണ്ടാകുവാൻ സാധ്യത ഉള്ള കാലഘട്ടമാണ്. ഇവർ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. വാഹന അപകടങ്ങൾ എടുത്തു പറയാവുന്ന ഒരു കാലഘട്ടങ്ങളാണ്. 4-ൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എങ്കിൽ തന്നെയും ഏഴാണ്ട ശനിയുടെ കാലഘട്ടമായതിനാൽ പ്രായാധിക്യമുള്ളവരെ പ്രത്യേകം സൂക്ഷിക്കുക. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുവെങ്കിൽ തന്നെ യഥാവിധി ചികിത്സാ സംവിധാനങ്ങൾ തേടുകയും അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രാർച്ചന, രോഗദുരിതങ്ങൾ ബുദ്ധിമുട്ടുന്നു, വളരെ കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമുള്ള പ്രായാധിക്യമുള്ളവർ അവരുടെ പേരിൽ ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമവും നടത്തി വേണ്ട പരിഹാരങ്ങൾ തേടുക. മീനക്കൂറ് പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് രാഹു ജന്മത്തിലൂടെയും രാശിയ കർമാധിപനായ വ്യാഴം വക്രബലമായി 3-ലൂടെയും ധനഭാഗ്യാധിപനായ ചൊവ്വ നീചസ്ഥനായി 5-ലൂടെയും കേതു 7-ലൂടെയും സൂര്യബുധന്മാർ 9-ലൂടെയും ശുക്രൻ 10-ലും 11-ലുമായും ശനി 12-ൽ ഏഴരാണ്ട ശനിയായും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഇവർക്ക് രോഗദുരിതവും അപകട സാധ്യതകളും ഗുരു ജനങ്ങൾക്ക് അപകട ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും തുടരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇവർ പരിഹാരമായി മഹാക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, ശാസ്താക്ഷേത്രത്തിൽ നീലാഞ്ജന വിളക്ക്, അതോടൊപ്പം തന്നെ ഗണപതിക്ക് കരകമാല, മുക്കുറ്റി പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകളും കഴിച്ച് പ്രാർത്ഥിക്കുക. നന്ദി, നമസ്കാരം.